ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫുൾ സ്റ്റാർ സൊല്യൂഷൻസ്. ഇന്നത്തെ എപ്പിസോഡിൽ എങ്ങനെ നമുക്ക് നല്ലൊരു റെസ്യൂമെ ബിൽഡ് ചെയ്യാം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒരു റെസ്യൂമെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. പിന്നെ നമുക്ക് വെബ് ഡെവലപ്പേഴ്സിന് ആപ്റ്റായിട്ടുള്ള റെസ്യൂമെ ആയിരിക്കും ക്രിയേറ്റ് ചെയ്യണത്. നമ്മളിത് മാനുവലായിട്ട് ഗൂഗിൾ ഡോക്സിലാണ് ക്രിയേറ്റ് ചെയ്യണത്. നിങ്ങൾക്ക് ഗൂഗിൾ ഡോക്സ് അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് വേഡിലോ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. AI ടൂൾസ് യൂസ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ഇതുപോലെ മാനുവലായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും എന്നാണ് എൻ്റെ ഒരു സജഷൻ. അതുപോലെ തന്നെ ഇത് കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങൾ ഇത് സേവ് ചെയ്യുന്ന സമയത്ത് PDF ആയിട്ട് സേവ് ചെയ്യാം. ഇപ്പോൾ ഗൂഗിൾ ഡോക്സിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫയലുണ്ട്, ഡൗൺലോഡ് എടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ PDF ഡോക്യുമെൻറ്റിൽ സേവ് ചെയ്യാം. സേവ് ചെയ്യുന്ന സമയത്ത് ഫയലിൻ്റെ നമ്മുടെ നെയിം_ പിന്നെ നമ്മൾ ഏതാണോ സ്റ്റാക്ക് ആ സ്റ്റാക്ക് കൊടുക്കാം. ആ രീതിയിൽ ഫയലിന് നെയിം കൊടുത്തിട്ട് വേണം സേവ് ചെയ്യണത്. പിന്നെ മെയിനായിട്ട് നമ്മൾ CV ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതൊരു ATS ഫ്രണ്ട്ലി ആക്കാനാണ് നോക്കുന്നത്. ATS ഫ്രണ്ട്ലി അല്ലെങ്കിൽ അതൊരു എന്താ പറയുക, ഒരു CV ഓപ്പൺ ആക്കുന്ന സമയത്ത് അത് ക്ലീൻ ആയിരിക്കണം, അത് സിമ്പിൾ ആയിരിക്കണം. ആ രീതിയിലാണ് ഒരു റെസ്യൂമെ നമ്മൾ ബിൽഡ് ചെയ്യേണ്ടത്. ATS എന്ന് പറയുന്നത് വേറെ ഒന്നല്ല. ചില കമ്പനീസ്, ഇപ്പോൾ സപ്പോസ് ഒരു കമ്പനിയിൽ ഒരു മെയിൻസ്റ്റ ഡെവലപ്പറിൻ്റെ വേക്കൻസി ഉണ്ട്. അവർക്ക് കുറച്ച് ക്രൈറ്റീരിയ ഉണ്ടാകും. നോഡ് അറിയണം, റിയാക്ട് അറിയണം, അതുപോലെ തന്നെ AWS ഹോസ്റ്റിംഗ്, ഈ വക മൈക്രോ സർവീസ്, ഈ വക കാര്യങ്ങൾ അറിയാവുന്ന ഒരു ഡെവലപ്പേഴ്സിനെ ആയിരിക്കും അവർ നോക്കുന്നത്. സോ അവരുടെ ആ റിക്വയർമെൻറ്റ് നമ്മളുടെ CVയിലുള്ള സ്കില്ലായിട്ട് മാച്ചിങ് ആവണം. അവർക്ക് ഒരുപാട് CVs കിട്ടും. ആ CVസിനെല്ലാം അവർ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് ഫിൽട്ടർ ചെയ്യുന്ന സമയത്ത് അവരുടെ ആ സ്കാനിങ്ങിൽ ചിലപ്പോൾ അവർ വല്ല AI ടൂൾസൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും സ്കാൻ ചെയ്യണത്. ആ സ്കാൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കില്ലെല്ലാം അവർക്ക് റീഡ് ചെയ്യാൻ പറ്റണം. നമ്മൾ ഈ വേർഡ് ഫോർമാറ്റ് നമ്മൾ PDF ആക്കി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാം തന്നെ അത് റീഡ് ചെയ്തോളും. റീഡബിൾ ആക്കാം, അത്രേ ഉള്ളൂ. ഇനി പറയാനുള്ളത്, നമ്മുടെ CVയുടെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിലായിട്ട് നമ്മുടെ നെയിം കൊടുക്കാം. പിന്നെ ഇതിൻ്റെ സൈസ്, ഫോണ്ട് സൈസ് പറയുകയാണെങ്കിൽ ഒരുപാട് സൈസ് കൊടുക്കാതെ ഇതിലാകെ 3 സൈസേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഏറ്റവും ടോപ്പിൽ നെയിമിന് 22, അതുപോലെ തന്നെ ഒരു ഹെഡിങ്ങിന് 40, പിന്നെ ബോഡിക്കാണെങ്കിൽ 12 ആണ് സൈസ് കൊടുത്തതാണ്. ഫോണ്ട് ഫാമിലി മെയിനായിട്ട് വരുന്നത് കാലിബ്രി നിങ്ങൾക്ക് കൊടുക്കാം. സാധാരണയായിട്ട് കൊടുക്കുന്നത് കാലിബ്രി ഉണ്ട്, പിന്നെ ഏരിയൽ സാധാരണ കൊടുക്കാറുണ്ട്. പിന്നെ ചെരിഞ്ഞതും ബോൾഡായിട്ടൊന്നും കൊടുക്കാണ്ടിരിക്കുക. പിന്നെ ടൈംസ് ന്യൂ റോമൻ അത് കൊടുക്കാറുണ്ട്. ഇപ്പം നമ്മൾ കൊടുത്താണത് കാലിബ്രി ആണ്. ഒരുപാട് സ്റ്റൈലും കാര്യങ്ങളും കളറും ഒന്നും കൊടുക്കാണ്ടിരിക്കുക. ഫോട്ടോയുടെ കേസ് പറയാനാണെങ്കിൽ ഫോട്ടോ ബേസിക്കലി ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം നല്ല ഫോട്ടോയാണ്, ഒരു പ്രൊഫഷണൽ രീതിയിലുള്ള പ്രസൻറ്റബിൾ ആയിട്ടുള്ള ഒരു ഫോട്ടോയും കാര്യങ്ങളാണെങ്കിൽ ഫോട്ടോ ആഡ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ നല്ല ഫോട്ടോയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവർ ഇമ്പ്രസ്സായിട്ട് അതും ഒരു പോസിറ്റീവ് ഇത് തന്നെയാണ്. ഓക്കെ, ഈ CVയിൽ എന്തായാലും ഫോട്ടോ ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ ഫോട്ടോയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അത് ആഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. താഴെ പേരിൻ്റെ താഴെ നിങ്ങളുടെ ഡൊമൈൻ സ്റ്റാക്ക് കൊടുക്കുക, മെയിൻ സ്റ്റാക്ക് ഡെവലപ്പർ. അതിൻ്റെ താഴെയായിട്ട് പ്ലേസ് വരുമ്പോൾ നിങ്ങൾ ലോക്കൽ വീടിനടുത്തുള്ള സ്ഥലമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഇവിടെ കൊച്ചി, കേരള എന്ന് കൊടുത്ത പോലെ നിങ്ങൾ ഇപ്പോൾ ട്രിവാൻഡ്രം, കേരള അല്ലെങ്കിൽ കാലിക്കറ്റ്, ആ രീതിയിൽ മെയിൻ സിറ്റി മാത്രം കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അവൈലബിൾ ആയിട്ടുള്ള ഒരു വാലിഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ കൊടുക്കുക. അതിനുശേഷം ഇമെയിൽ ഐ ഡി ഒരു പ്രൊഫഷണൽ രീതിയിലുള്ളതായിരിക്കണം. പേഴ്സണൽ ഇതൊന്നും കൊടുക്കാതെ പ്രൊഫഷണൽ രീതിയിലുള്ള ഒരു ഇമെയിൽ ID സെറ്റ് ചെയ്യാം. അതിനുശേഷം തൊട്ട് താഴെയായിട്ട് നിങ്ങളുടെ ലിങ്ക്ഡിൻ്റെ പ്രൊഫൈലിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കാം. ഇവിടെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ അതിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ ഡീഫോൾട്ടായിട്ടുള്ള കസ്റ്റം URL ആണെങ്കിൽ അത് റീനെയിം ചെയ്തിട്ട് ഒരു നല്ലൊരു രീതിയിൽ നെയിം കൊടുക്കാം. അത് ലിങ്ക്ഡിൻ്റെ പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ അത് നിങ്ങൾ സിമ്പിളായിട്ട് ചെയ്യാവുന്നതുള്ളൂ. ഓക്കെ, പേര് അല്ലെങ്കിൽ പേരിൻ്റെ കൂടെ നിങ്ങളുടെ സ്റ്റാക്ക് ഏതാണോ ആ രീതിയിൽ അവൈലബിൾ ആണെന്ന് ചെക്ക് ചെയ്യാം. അവൈലബിൾ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടും. ഹൈപ്പർ ലിങ്ക് ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കാം. ചിലപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വരും. വന്നില്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇൻസേർട്ട് ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ലിങ്ക് ആഡ് ആയിക്കോളും. ഓക്കെ, അല്ലെങ്കിൽ Ctrl+K ക്ലിക്ക് ചെയ്താലും മതി. സെലക്ട് ചെയ്തിട്ട് Ctrl+K ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പർ ലിങ്ക് ആഡ് ആയിക്കോളും. ആ ലിങ്ക് അവിടെ പോയി പേസ്റ്റ് ആക്കിയാൽ മതി. ഓക്കെ, പേസ്റ്റ് ആക്കി കഴിയുമ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അത് മാറ്റിയത് കൊണ്ടാണ് ഇവിടെ ബ്ലൂ കളറിലും അണ്ടർലൈനൊക്കെ വന്നിട്ടുണ്ടാവും. അത് ചേഞ്ച് ചെയ്യാം. ഇവിടെ ബ്ലൂ കളർ വരുന്നത് മാറ്റിയിട്ട് ബ്ലാക്ക് ആക്കുക. അതുപോലെ അണ്ടർലൈൻ വേണമെങ്കിൽ റിമൂവ് ചെയ്തോ. ഓക്കെ,
റീഡബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളിത് പക്ഷേ ഇത് ലിങ്ക് അവിടെ തന്നെ ഉണ്ടാവും, കണ്ടില്ലേ? നിങ്ങൾ PDF സേവ് ചെയ്യുന്ന സമയത്ത് സേവ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾ മൗസ് പോയിന്റ് വന്നു കഴിയുമ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത സമയത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ലിങ്ക്ഡിൻ്റെ ആ പേജിലോട്ട് പോയിക്കോളും. അതുപോലെ തന്നെ ഗിറ്റും അതുപോലെ തന്നെ ചെയ്യാം. ഹൈപ്പർ ലിങ്ക് ആഡ് ചെയ്യാം. ഹൈപ്പർ ലിങ്ക് ആഡ് ചെയ്തിട്ട് ഇതുപോലെ കളറും അണ്ടർലൈനും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാം. ഓക്കെ. പിന്നെ ലിങ്ക്ഡിൻ ആയി ഗിറ്റ് ഹബ് അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ പോർട്ട്ഫോളിയോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടില്ല. കാരണം ഇപ്പോൾ നിലവിലിപ്പോൾ എല്ലാവരുടെയും ഗിറ്റ് ഹബ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ കുറച്ച് എന്താ പറയുക, കുറേ യൂസർ ഇൻ്റർഫേസ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ള, ഇപ്പോൾ നിങ്ങൾ ഈ ഇതിൽ കാണുന്ന പോലെ വീഡിയോയിൽ കാണുന്ന പോലെയൊക്കെയാണ്. സോ അതുകൊണ്ട് പോർട്ട്ഫോളിയോയ്ക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിർബന്ധമൊന്നുമില്ല. കാരണം നമ്മുടെ ഗിറ്റ് റെപ്പോസിറ്ററി എടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ചെയ്ത എല്ലാ പ്രോജക്റ്റിൻ്റെ നമ്മൾ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്തതിൻ്റെ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഗിറ്റിൽ തന്നെ ഉണ്ട്. സോ റിക്രൂട്ടേഴ്സ് ഗിറ്റ് ചെക്ക് ചെയ്തിട്ട് വീണ്ടും നമ്മൾ പോർട്ട്ഫോളിയോ പോയിട്ട് അത് ചെക്ക് ചെയ്യുമെന്നുള്ള കാര്യം സംശയമാണ്. അതുപോലെ തന്നെ നമ്മൾ പോർട്ട്ഫോളിയോയിലൊക്കെ സാധാരണ ഗിറ്റിൻ്റെ കൂടെ നമ്മുടെ പ്രോജക്റ്റിൻ്റെ ലൈവ് ഡിപ്ലോയ് ചെയ്ത അതിൻ്റെ ലിങ്കും കൊടുക്കാറുണ്ട്. പക്ഷേ നമ്മുടെ ഈ പ്രോജക്റ്റിലും ഇവിടെ ഇത് കൊടുത്തിട്ടുണ്ട്, ഗിറ്റ് റെപ്പോസിറ്ററിയും അതിൻ്റെ ലൈവായിട്ടുള്ള ആ ലിങ്കും കൊടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ട് പോർട്ട്ഫോളിയോ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ഈ പോർഷനിൽ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ മസ്റ്റായിട്ടും വേണം. ഫോട്ടോ ഓപ്ഷനിലാണ്, അതുപോലെ തന്നെ പോർട്ട്ഫോളിയോൻ്റെ ലിങ്കും ഓപ്ഷനിലാണ്. ഇനി എബ്രോഡ് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ നാട്ടിലെ നമ്പർ കൊടുക്കുന്നതിന് പകരം ഇപ്പോൾ ദുബായിലൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടെങ്കിൽ അവരുടെ നമ്പർ ഇവിടെ കൊടുക്കാം, എന്നിട്ട് ഇവിടെ നിന്ന് അപ്ലൈ ചെയ്യാം. ഓക്കെ, അവിടെ കോൾ അറ്റൻഡ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും, എങ്ങനെയാണ് അതിൻ്റെ അവിടെ നിന്നുള്ള റെസ്പോൺസും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളതൊക്കെ ഐഡിയ കിട്ടും. അതനുസരിച്ച് നിങ്ങൾ ജോബ് സെർച്ചിങ്, എബ്രോഡുള്ള ജോബ് സെർച്ചിങ് കാര്യങ്ങളും പ്ലാൻ ചെയ്യാം. പിന്നെ ചിലർ പാസ്പോർട്ട് നമ്പറൊക്കെ ആഡ് ചെയ്യാറുണ്ട്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ CV റെഡിയാക്കണത് ഇൻ്റർവ്യൂ ഇൻവിറ്റേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ തൊട്ട് താഴെ പ്രൊഫൈൽ സമ്മറി ഇവിടെ വന്നു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ചില CVയിലൊക്കെ കാണാറുണ്ട് കരിയർ ഒബ്ജക്റ്റീവ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്താകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കാറുണ്ട്. അത് കൊടുക്കുന്നതിന് പകരമായിട്ട് ഇവിടെ നമുക്ക് കൊടുക്കേണ്ടത് ഓൾറെഡി നമ്മൾ എന്താണെന്നുള്ള കാര്യങ്ങൾ അവിടെ കൊടുക്കേണ്ടത്. അതായത് ഒരു പ്രൊഫൈൽ സമ്മറി പോലെ ഇവിടെ നമ്മുടെ കൊടുത്തേക്കുന്നത് ഇന്നോവേറ്റീവ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ സ്പെഷ്യലൈസിങ് ഇൻ ദ മെയിൻ സ്റ്റാക്ക് ആൻഡ് ക്ലൗഡ് ടെക്നോളജീസ് ബിൽഡിംഗ് സ്കെയിലബിൾ ആൻഡ് സെക്യൂർ ആൻഡ് യൂസർ ഫ്രണ്ട്ലി web applications with seamless deployment, committed to lifelong learning and embracing new challenges for continuous growth and improvement. ഓക്കെ, സോ ഇവിടെ നമ്മൾ സ്പെസിഫൈ ചെയ്തേണ്ട മെയിനാണ് ക്ലൗഡ് ടെക്നോളജീസ് അറിയാം, സ്കെയിലബിൾ ആയിട്ട് സെക്യൂർ ആയിട്ടുള്ള വെബ് ആപ്ലിക്കേഷൻ നമ്മൾ ബിൽഡ് ചെയ്യും. ഇവ കാര്യങ്ങളൊക്കെ ഒരു സമ്മറി പോലെ ഇവിടെ കൊടുക്കാം, കരിയർ ഒബ്ജക്റ്റീവായിട്ട് കൊടുക്കരുത്. ഓക്കെ, പിന്നെ തൊട്ട് താഴെയാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഇത് വരുന്നത്, ടെക്നിക്കൽ സ്കിൽസ്. അതിങ്ങനെ മൊത്തത്തിൽ കൊടുക്കാതെ ഇവിടെ കാറ്റഗറൈസ് ചെയ്ത് കൊടുക്കാം. ലാംഗ്വേജസ് ഏതാണ്, ജാവാസ്ക്രിപ്റ്റ്, ടൈപ്പ് സ്ക്രിപ്റ്റ്, SQL, C. അതുപോലെ തന്നെ ഫ്രണ്ടിൻ്റെ ലൈബ്രറീസും ഫ്രെയിംവർക്കും എന്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യണത് ആ കാര്യങ്ങൾ കൊടുക്കാം. ബാക്ക് എൻഡ് ഡേറ്റാബേസ് ഡിപ്ലോയ്മെൻറ്റിന് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ, ഓരോ കൺസെപ്റ്റുകൾ, മൈക്രോ സർവീസ്, ക്ലീൻ ആർക്കിടെക്ചർ, സോളിഡ് പ്രിൻസിപ്പിൾ, ഇതൊക്കെ ഓരോ ഓർഗനൈസ് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാം. ഓക്കെ, ഡെവലപ്പർ ടൂൾസ് കൊടുക്കാം. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. AI ഇൻറ്റഗ്രേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ അതിൻ്റെ താഴെയാണ് പ്രോജക്റ്റ് കൊടുക്കേണ്ടത്. പ്രോജക്റ്റ് കൊടുക്കുമ്പോൾ ഒരു 4-5 പ്രോജക്റ്റ് മൊത്തത്തിൽ കൊടുക്കാം. ഓക്കെ, അതിനെ തന്നെ വീണ്ടും 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 മാസ്റ്റർ പ്രോജക്റ്റും പിന്നെ വേണമെങ്കിൽ 2 മിനി പ്രോജക്റ്റ് അല്ലെങ്കിൽ 3 മിനി പ്രോജക്റ്റായിട്ട് കൊടുക്കാം. ഇനി മാസ്റ്റർ പ്രോജക്റ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാം മെയിനായിട്ടുള്ള പ്രോജക്റ്റ്, അതായത് ഇവിടെ നമ്മുടെ ഫിഗ്മ മുതൽ നമ്മുടെ വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്ത് അത് ഹോസ്റ്റ് ചെയ്ത് മൈക്രോ സർവീസും ഡോക്കറൈസേഷനൊക്കെ ചെയ്ത ആ പ്രോജക്റ്റ് ഇവിടെ മെയിൻ പ്രോജക്റ്റായിട്ട് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഗിറ്റ് റെപ്പോസിറ്ററി കൊടുക്കാം, അതിൻ്റെ തൊട്ട് താഴെ തന്നെ നമ്മൾ ഹോസ്റ്റ് ചെയ്ത് അതിൻ്റെ ലിങ്കും കൊടുക്കാം. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വെബ് ആപ്ലിക്കേഷൻ്റെ നെയിം കൊടുക്കുക, ടാലൻറ്റ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട്. പിന്നെ അത് എന്താണെന്ന് കൊടുക്കാം, അതൊരു ജോബ് പോർട്ടലാണ്.
ഓക്കെ. ഇനി അതിൽ യൂസ് ചെയ്ത സ്റ്റാക്കുകൾ ഇതിൽ ലിസ്റ്റ് ചെയ്യാം. റിയാക്ട്, ടൈപ്പ് സ്ക്രിപ്റ്റ്, നോഡ്, എക്സ്പ്രസ്, മോംഗോഡിബി, സോക്കറ്റ്.io, ഡോക്കർ, ക്യൂബർനെറ്റീസ്. പിന്നെ ഈ സ്റ്റാക്കുകൾ നമ്മുടെ പ്രോജക്റ്റിൽ എങ്ങനെയാണ് എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയെന്നുള്ളത് ഇവിടെ ബുള്ളറ്റ് പോയിന്റ് ആയിട്ട് കൊടുക്കാം. ഇപ്പോൾ സപ്പോസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇംപ്ലിമെൻറ്റഡ് ഓതൻറ്റിക്കേഷൻ യൂസിങ് JWT ഫോർ സെക്യൂർ യൂസർ ആക്സസിന് വേണ്ടിയിട്ടാണ് JWT ടോക്കൺ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഇൻറ്റഗ്രേറ്റഡ് റിയൽ ടൈം ജോബ് അപ്ഡേറ്റ്സ് യൂസിങ് socket.io ഫോർ ഇൻസ്റ്റൻറ്റ് നോട്ടിഫിക്കേഷൻസ്. അത് ഇതുപോലെ കൊടുക്കുക. ഇവിടെ നമ്മുടെ ആ സ്റ്റാക്ക് എന്തിനു വേണ്ടിയിട്ടാണ്, ഈ പ്രോജക്റ്റിൽ എന്തിനു വേണ്ടിയിട്ടാണ്, അതുകൊണ്ടുണ്ടായ ഇമ്പാക്റ്റ് എന്താണ്, ആ രീതിയിൽ കൊടുക്കാം. അങ്ങനെ ഫസ്റ്റ് പ്രോജക്റ്റ്, മെയിൻ പ്രോജക്റ്റ് മാസ്റ്റർ പ്രോജക്റ്റായിട്ട് കൊടുക്കാം. രണ്ടാമത്തെ മാസ്റ്റർ പ്രോജക്റ്റ് നിങ്ങൾ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് നിങ്ങൾ കൊളീഗായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ഓക്കെ, അത് കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര ഇമ്പാക്റ്റ് ആയിരിക്കും. കാരണം കമ്പനീസിൻ്റെ ഒക്കെ മെയിൻ കൺസേൺ എന്ന് പറയുന്നത് നിങ്ങൾ സെൽഫായിട്ട് പ്രോജക്റ്റാണ് ബിൽഡ് ചെയ്തേക്കുന്നത്. ഒരു കൊളാബറേറ്റീവ് രീതിയിൽ വർക്ക് ചെയ്യാത്തതിൻ്റെ ഒരു കൺസേൺ അവർക്കുണ്ടാവും. സോ ഇതുപോലെ ഒരു പ്രോജക്റ്റ് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ അത് CV-യിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ അത് നല്ലൊരു ഇമ്പാക്റ്റ് ആയിരിക്കും നിങ്ങൾ ജോബ് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്തെ മാസ്റ്റർ പ്രോജക്റ്റ് ഒരു കൊളാബറേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആഡ് ചെയ്യാം. അത് ചുമ്മാ കൊടുത്താൽ മാത്രം പോരാ, അതുപോലെ നിങ്ങൾ ഒരു പ്രോജക്റ്റ് ബിൽഡ് ചെയ്യണം. നിങ്ങൾ 2-3 കൊളീഗ്സൊക്കെ ആയിട്ട് ഒരു പ്രോജക്റ്റ് ബിൽഡ് ചെയ്താൽ മതിയാവും. അതിൻ്റെ ഇതുപോലെ തന്നെ ഗിറ്റ് റെപ്പോസിറ്ററിയും ലൈവ് ഡെമോയും ലിങ്കും കൊടുക്കാം. ഇനി മിനി പ്രോജക്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലെ തന്നെ 2-3 പ്രോജക്റ്റുകൾ നിങ്ങൾ ആഡ് ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ക്ലോൺ പ്രോജക്റ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദയവായിട്ട് ഇവിടെ ആഡ് ചെയ്യാതിരിക്കുക. ഓക്കെ, അതായത് നെറ്റ്ഫ്ലിക്സിൻ്റെ ക്ലോൺ, പിന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ക്ലോൺ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ പ്രോജക്റ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാൻ പാടില്ല. അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാകണം. അതിന് പകരം നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫ്രീലാൻസ് വർക്ക് എന്തെങ്കിലും എടുത്ത് ചെയ്തു എന്നുള്ള രീതിയിൽ, അത് ചെയ്തില്ലെങ്കിലും അത് ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ ആഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അല്ലെങ്കിൽ ക്രെഡ് ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള NPM മൊഡ്യൂളൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് ചെറിയ പ്രോജക്റ്റ് ആണെങ്കിലും അതുവരെ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാം. പക്ഷെ ഒരിക്കലും ക്ലോൺ പ്രോജക്റ്റുകൾ ആഡ് ചെയ്യാതിരിക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. അതുപോലെ തന്നെ ഗിറ്റ് റെപ്പോ, ലൈവ് ഡെമോ ലിങ്ക് കൊടുക്കാം. അതാണ് പ്രോജക്റ്റിൽ പറയാനുള്ളത്. അതിനുശേഷം താഴേക്ക് വന്ന പ്രൊഫഷണൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എവിടെയെങ്കിലും ഇൻറ്റേൺഷിപ്പോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ സെൽഫ് ലേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ സെൽഫ് ലേൺ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാം. അതിൻ്റെ ഡെസിഗ്നേഷൻ കൊടുക്കാം. ഏത് പീരീഡിലാണ് നിങ്ങളവിടെ ഇന്ത്യനായിട്ട് വർക്ക് ചെയ്ത് ആ ഡീറ്റെയിൽസ് കൊടുക്കുക. അവിടുത്തെ മെയിൻ പോയിന്റുകൾ ഇവിടെ അവിടെ എന്തൊക്കെ ചെയ്തതെന്നുള്ളത് 2-3 പോയിന്റ് ഇവിടെ ആഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ താഴെ നിങ്ങൾ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ PG അല്ലെങ്കിൽ ഡിഗ്രി ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇവിടെ ആഡ് ചെയ്യാം. പിന്നെ അതില്ലെങ്കിൽ, ഡിഗ്രി ഒന്നും ഇല്ലെങ്കിൽ +2ൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. 10th കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, എന്തായാലും എല്ലാവർക്കും മിനിമം ഒരു +2 എങ്കിലും ഉണ്ടാവും. അപ്പോൾ +2ൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക നിങ്ങൾക്ക് ഡിഗ്രി ഒന്നും ഇല്ലെങ്കിൽ. പിന്നെ തൊട്ട് താഴെ വന്നു കഴിഞ്ഞാൽ അച്ചീവ്മെൻറ്റ്സ് ആൻഡ് സർട്ടിഫിക്കേഷൻസും. ഇവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സർട്ടിഫിക്കേഷനോ അച്ചീവ്മെൻറ്റ്, അതായത് ഇവിടെ കൊടുത്തേക്കുന്ന ലീഡ് കോഡ് ബാഡ്ജസ് ആണ് കൊടുത്തതാണ്. ഈ ലീഡ് കോഡ് പ്ലാറ്റ്ഫോമിൽ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് 1 month അല്ലെങ്കിൽ 100 days പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാഡ്ജസ് കിട്ടും. അപ്പം അങ്ങനെ കിട്ടുന്ന സമയത്ത് അത് ലിങ്ക്ഡിലും ഷെയർ ചെയ്യുക. ഇതുപോലെ തന്നെ ബാഡ്ജസ് കിട്ടിയെന്നുള്ള രീതിയിൽ CV-യിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ ഒരുപാട് ബാഡ്ജസ് കിട്ടിയവർ അത് എല്ലാം ആഡ് ചെയ്യേണ്ട, അത് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് കൊടുത്താൽ മതി, ലീഡ് കോഡ് ബാഡ്ജസ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതുപോലെ തന്നെ ഹാക്കർ റാങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അവിടെ സർട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടും. ഇപ്പോൾ നിങ്ങളൊരു ജാവാസ്ക്രിപ്റ്റ് അല്ലെങ്കിൽ നോഡ് പഠിച്ചു കഴിഞ്ഞാൽ നേരെ പോയിട്ട് അവിടെ പോയിട്ട് നിങ്ങൾ ഒരു ടെസ്റ്റ് എടുക്കാം. ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് അതൊരു ടൈം ലിമിറ്റ് ഉണ്ടാവും. അതിനുള്ളിൽ കംപ്ലീറ്റ് ആക്കിയാലാണ് അത് നമുക്ക് പാസ്സായിട്ട് സർട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഫെയിലായി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 1-2 മാസത്തേക്ക് പിന്നീട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് എല്ലാ സബ്ജക്റ്റിനും സെപ്പറേറ്റ് ഉണ്ട്. ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റ് ഉണ്ട്, നോഡിനുണ്ട്, റിയാക്റ്റിനുണ്ട്, അങ്ങനെ സെപ്പറേറ്റ് ഉണ്ട്. അപ്പോൾ അതുപോലെ എന്തെങ്കിലും സർട്ടിഫിക്കേഷൻ കിട്ടുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ലിങ്ക്ഡിലും ഷെയർ ചെയ്യുക, അത് CV-യിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ ലാംഗ്വേജസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കറിയാവുന്ന ലാംഗ്വേജസ് ഇംഗ്ലീഷ്,
മലയാളം, ഹിന്ദി അത്യാവശ്യം നല്ലപോലെ അറിയാവുന്നെങ്കിൽ മാത്രം ഹിന്ദി കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇംഗ്ലീഷ്, മലയാളം മതി. ഇത് കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങൾ ഇവിടെ PDF ആയിട്ട് സേവ് ചെയ്യാം. ഗൂഗിൾ ഡോക്സ് ആണ് ഇവിടെ ഡൗൺലോഡ് എടുക്കുക. ഇവിടെ വന്നിട്ട് PDF ഡോക്യുമെൻറ്റിൽ സേവ് ചെയ്യുക. സേവ് ചെയ്യുന്ന സമയത്ത് ഫയൽ നെയിം ഈ പറഞ്ഞ പോലെ നെയിമും നമ്മുടെ സ്റ്റാക്ക് ഏതാണോ ആ സ്റ്റാക്കും കൊടുക്കാം. സ്റ്റാക്കും കൊടുത്തിട്ട് നിങ്ങൾ ജോബിന് അപ്ലൈ ചെയ്യാം. ഈ റെസ്യൂമയുടെ ടെംപ്ലേറ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങളത് ഡൗൺലോഡ് ചെയ്തിട്ട് കമ്പ്യൂട്ടറിൽ ഇട്ട് എഡിറ്റ് ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ഗൂഗിൾ ഡ്രൈവിലോട്ട് അപ്ലോഡ് ചെയ്തതിന് ശേഷം എഡിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മൈക്രോസോഫ്റ്റ് വേർഡിലായിരിക്കും എഡിറ്റ് ചെയ്യണേ. ആ സമയത്ത് ഇതിൻ്റെ അലൈൻമെൻ്റ് ഒക്കെ ചിലപ്പോൾ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും ബെറ്റർ നിങ്ങളിത് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ തന്നെ ഗൂഗിൾ ഡ്രൈവിലേക്ക് അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്തിട്ട് ഇത് എഡിറ്റ് ചെയ്യാം. എഡിറ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ PDF സേവ് ചെയ്യാം. സേവ് ചെയ്തിട്ട് ജോബിന് അപ്ലൈ ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ.